ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം മക്കളെ, ഞാൻ വിനികുമാരൻ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എൻ്റെ പനിനീർച്ചെടി എന്ന പാഠത്തിൻ്റെ പാഠപ്രവർത്തനങ്ങളാണ്. പദ്യം ടീച്ചർ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കാണണം. അതുപോലെ എൻ്റെ പനിനീർച്ചെടി എഴുതിയ മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ ജീവിതരേഖയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മക്കൾ അതും കണ്ട് പഠിക്കണം കേട്ടോ. തുടങ്ങാം നമുക്ക്. ആദ്യം ടീച്ചർ ആശയം പറയാം. ആശയം: എൻ്റെ പനിനീർച്ചെടി. ശ്രീമതി മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ അന്ത്യനക്ഷത്രം എന്ന സമാഹാരത്തിലെ ജന്മവാസന എന്ന കവിതയുടെ ആദ്യ ഭാഗമാണ് ഈ കവിത. വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ പനിനീർച്ചെടിയെ പരിചരിച്ച പെൺകുട്ടി. പുലരിത്തുടുപ്പിൽ പൂമൊട്ടുകൾ തിളങ്ങുന്നത് കണ്ടപ്പോഴുള്ള ആഹ്ലാദമാണ് കവിതയുടെ പ്രമേയം. താൻ നട്ടുവളർത്തിയ പനിനീർച്ചെടി വീട്ടുമുറ്റത്തിന് അലങ്കാരമാണ്. ആ ചെടി മുട്ടിടുമ്പോൾ ചില്ലകൾ തോറുമുള്ള നാമ്പുകളെ, അതായത് മുളകളെ, പ്രാണികൾ നശിപ്പിക്കാതെ സംരക്ഷിക്കാനും തളിരിലകൾ ഉച്ചവെയിലിൽ വാടാതിരിക്കാനും ശ്രമിച്ച കുട്ടി ആ ചെടിക്ക് കാവൽ മാലാഖയായി. മഞ്ഞുകാലത്ത് ചെടി പൂത്തു തളിർത്ത് മനോഹരിയായി. മഞ്ഞുതുള്ളികൾ അവളെ സുമംഗലിയാക്കി. ചില്ലകളിൽ മുകുളങ്ങൾ പുളകങ്ങൾ പോലെ അങ്കുരിച്ചു. പുലരിത്തുടുപ്പിനെ നോക്കി ആ പൂമുട്ടുകൾ മന്ദഹസിച്ചപ്പോൾ അവളുടെ മനസ്സ് ആനന്ദസാഗരത്തിൽ ആറാടി. ആ ചെടിയോടുള്ള കുട്ടിയുടെ അടുപ്പവും സ്നേഹവും വ്യക്തമാക്കുന്നതാണ് ഇതിലെ വരികളെല്ലാം. ആ കുഞ്ഞ് ആ ചെടിയെ പരിചരിക്കുന്നതും അതിനെ വെള്ളമൊഴിക്കുന്നതും അതിനെ പലതുമായി സങ്കല്പിക്കുന്നതുമൊക്കെയാണ് ഈ കവിതയിലുള്ളത്. അടുത്ത പ്രവർത്തനം കണ്ടെത്താം. കുട്ടി പനിനീർച്ചെടിയെ എങ്ങനെയെല്ലാമാണ് പരിപാലിച്ചത് എന്നാണ് നാം കണ്ടെത്തേണ്ടത്. ദിവസവും പനിനീർച്ചെടിക്ക് സന്തോഷത്തോടെ വെള്ളമൊഴിച്ചും മുളകൾ കീടം നശിപ്പിക്കാതെ സംരക്ഷിച്ചും കുരുന്നില ഉച്ചവെയിലിൽ വാടാതെ നോക്കിയുമാണ് കുട്ടി പനിനീർച്ചെടിയെ പരിപാലിച്ചത്. അടുത്തത് നോക്കാം. ഹേമന്തം വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് പനിനീർച്ചെടിക്ക് ഉണ്ടായത് നോക്കാം നമുക്ക്. ഹേമന്തം, അതായത് മഞ്ഞുകാലം വന്നപ്പോൾ ചെടി പൂത്തു തളിർത്ത് മനോഹരിയായി എന്നാണ് കവയത്രി പറയുന്നത്. മഞ്ഞു തുള്ളികളാൽ മുത്തണിഞ്ഞ് സുമംഗലിയായി. സുമംഗലിമാരുടെ ആ സിന്ദൂരം പോലെ ഇത് സുന്ദരിയായി, അങ്ങനെ കല്യാണ പെണ്ണിനെ പോലെ നിൽക്കുന്നു എന്നാണ് കവയത്രി ഉദ്ദേശിച്ചത്. ഓരോ ചില്ലയിലും മുകുളങ്ങളും ഉണ്ടായി. അടുത്തത് ചൊല്ലി രസിക്കാം. കവിത ഈണത്തിലും താളത്തിലും ചൊല്ലി രസിക്കാം എന്നാണ് പറയുന്നത്. മക്കൾക്കറിയാലോ, ടീച്ചർ ഒരു ചെറിയ ഈണത്തിൽ 2 വരി ചൊല്ലാം. അങ്കണത്തിനലങ്കാരമായൊരു ചെമ്പനീർച്ചെടി നട്ടു വളർത്തി ഞാൻ. മക്കൾക്കിഷ്ടമുള്ള ഈണത്തിൽ മക്കൾ ഇത് ചൊല്ലി രസിക്കണം കേട്ടോ. അടുത്തത് താഴെ ചേർത്ത ആശയം വരുന്ന വരികൾ കണ്ടെത്താം. ആദ്യത്തേത്, കുട്ടി പനിനീർച്ചെടിക്ക് വെള്ളമൊഴിച്ചു. നോക്കാം നമുക്ക്. ജാതമോദമതിന്നനുവാസരം ശീതള ജലധാര പകർന്നു ഞാൻ. ശീതള ജലധാര പകർന്നു ഞാൻ എന്ന വരികളാണ് അതിനുത്തരം. അടുത്തത്, കുട്ടിയുടെ മനസ്സിൽ സന്തോഷമുണ്ടായി. ഏത് വരികളാണ്? ആർത്തിരമ്പുകയായനുവേലമെൻ അന്തരംഗത്തിലാനന്ദസാഗരം. അടുത്ത പ്രവർത്തനം നോക്കാം. കണ്ടെത്താം, എഴുതാം. സന്തോഷം എന്ന വാക്കിനു പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും കണ്ടെത്തി എഴുതുക. സന്തോഷം എന്ന വാക്കിനു പകരം മോദം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആനന്ദം എന്ന വാക്കുമുണ്ട് കേട്ടോ. അടുത്തത്, ഇതുപോലെ താഴെ കൊടുത്ത വാക്കുകൾക്കും സമാന അർത്ഥമുള്ള വാക്കുകൾ കണ്ടെത്തി എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഞ്ഞ് എന്ന വാക്കിന് തുഷാരമെന്നും ഹിമമെന്നും നീഹാരമെന്നും പറയാം. ശീതളം എന്നതിന് തണുപ്പ്, ശൈത്യം, ശീതം. പൂവ്, പുഷ്പം, മലർ, കുസുമം. അടുത്ത പ്രവർത്തനം പറയാം, എഴുതാം. ഹേമന്തം എന്നാൽ മഞ്ഞുകാലമാണല്ലോ. മറ്റ് ഏതൊക്കെ കാലങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം? അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെ? ഓരോന്നിനെക്കുറിച്ചും ക്ലാസ്സിൽ ചർച്ച ചെയ്തതിന് ശേഷം കുറിപ്പെഴുതൂ. ഏതൊക്കെ കാലങ്ങളാണുള്ളത് മക്കളെ? ഋതുക്കൾ എന്താണ് മക്കളെ? മാറി മാറി വരുന്ന സീസൺ അല്ലേ, അതാണ് ഋതുക്കൾ. മക്കൾക്ക് കാലങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിയാം. വസന്തം, ഗ്രീഷ്മം അല്ലേ, സമ്മർ, സ്പ്രിങ് എന്നിങ്ങനെ മക്കൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് അറിയാം. എങ്കിലും കുറച്ചുകൂടെ ടീച്ചർ തരാം. ഋതുക്കൾ പ്രകൃതിക്കുണ്ടാകുന്ന ഭിന്ന ഭാവങ്ങളാണ് ഋതുക്കൾ. ഭാരതീയ സങ്കല്പമനുസരിച്ച് 6 ഋതുക്കളാണുള്ളത്.
വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം എന്നിവയാണവ. എന്നാൽ പാശ്ചാത്യ രീതി അനുസരിച്ച് 4 ഋതുക്കളേ ഉള്ളൂ. അവ വസന്തം, ഗ്രീഷ്മം, ശരത്, ശിശിരം എന്നിവയാണ്. കേരളത്തിലെ ഋതുക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഉപവസന്തമായിട്ടാണ് ഓണക്കാലം വരുന്നത്. നമ്മുടെ ഓണക്കാലമാണ് വസന്തകാലമായിട്ട് വരുന്നത്. പിന്നെ മഴക്കാലം ജൂൺ മുതൽ നവംബർ വരെ. മാനം തെളിയുന്നു. അപ്പോൾ മഴ വരുന്നതിൻ്റെ പ്രത്യേകതകളും കൂടെ പറയാണ് ടീച്ചർ. മാനം തെളിയുന്നു, ചെടികൾ പൂക്കുന്നു, ജലലഭ്യതയുണ്ടാകും. മഞ്ഞുകാലമാണെങ്കിൽ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. കൊടും തണുപ്പ്, ശീതക്കാറ്റ് എന്നിവയാണ് പ്രത്യേകതകൾ. വേനൽക്കാലം മാർച്ച് മെയ് മാസങ്ങളാണ്. അവധിക്കാലമാണ്, മാമ്പഴക്കാലമാണ്. ജലദൗർലഭ്യം, അതായത് വെള്ളം കിട്ടാത്ത അവസ്ഥ പലയിടങ്ങളിലും നേരിടേണ്ടി വരും. അടുത്ത പ്രവർത്തനം എഴുതാം. ആർത്തിരമ്പുകയായനു വേലമെൻ അന്തരംഗത്തിലാനന്ദസാഗരം. എന്തുകൊണ്ടാണ് കുട്ടിയുടെ മനസ്സിൽ ആനന്ദം ആർത്തിരമ്പിയത്? എന്തുകൊണ്ടായിരിക്കാം? തൻ്റെ പനിനീർ ചെടിയിലെ മൊട്ട് കണ്ടിട്ട് അല്ലേ? മുട്ടിട്ടത് കണ്ടിട്ടാണ് കുട്ടിക്ക് സന്തോഷം വന്നത്. നോക്കാം നമുക്ക്. താൻ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത പനിനീർ ചെടിയിലെ മൊട്ടുകൾ മഞ്ഞുകാലത്ത് പുലരിയെ നോക്കി ചിരിച്ചത് കണ്ടിട്ടാണ് കുട്ടിയുടെ മനസ്സിൽ ആനന്ദസാഗരം ആർത്തിരമ്പിയത്. അടുത്ത പ്രവർത്തനം മാതൃക പോലെ പദം പിരിച്ചെഴുതുക. മുത്തണിഞ്ഞു, മുത്ത് അണിഞ്ഞു. നാമ്പുണരുന്നത്, നാമ്പ് അധികം ഉണരുന്നത്. ആർത്തിരമ്പുക, ആർത്ത് ഇരമ്പുക. കുരുന്നില, കുരുന്ന് ഇല. അടുത്തത് പൂരിപ്പിക്കാം. നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ. അടിവരയിട്ട പദം ശ്രദ്ധിച്ചുവല്ലോ. താഴെ കൊടുത്ത വരികൾ പൂരിപ്പിക്കുക. നോക്കി നോക്കി എന്നാണ് അടിവരയിട്ടിരിക്കുന്നത് അല്ലേ? നോക്കി നോക്കി, അതുപോലെ കണ്ടു കണ്ട് മടുത്തു, കേട്ട് കേട്ട് മനപ്പാഠമായി, നടന്ന് നടന്ന് തളർന്നു, ഓടി ഓടി ക്ഷീണിച്ചു, നിന്ന് നിന്ന് കാൽ കഴച്ചു, തേടി തേടി അലഞ്ഞു. ഇതുപോലുള്ള വാക്കുകൾ മക്കളും കണ്ടെത്തി എഴുതണം കേട്ടോ. അടുത്ത പ്രവർത്തനം പ്രയോഗഭംഗി വിശദമാക്കാം. വിസ്മരിക്കാതെ നിന്നു ഞാൻ അപ്പുതു പുഷ്പവല്ലിക്കു കാവൽ മാലാഖയായി. താൻ കാവൽ മാലാഖയാണെന്ന് കുട്ടി കരുതാൻ കാരണം എന്തായിരിക്കും? കുട്ടിക്ക് സ്വയം തോന്നുകയാണ് ഈ പനിനീർ ചെടിയെ സംരക്ഷിക്കുന്ന താൻ അതിനൊരു കാവൽ മാലാഖയായി തീരും എന്ന് അല്ലേ? കാവൽ മാലാഖയാണെന്ന് കുട്ടി സ്വയം പറഞ്ഞതാണ്. എന്തായിരിക്കാം അതിന് കാരണം? പ്രയോഗഭംഗി വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. വെള്ളമൊഴിച്ചു കൊടുത്തും കീടങ്ങളിൽ നിന്നും ഉച്ചവെയിലിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ടുമാണ് കുട്ടി പനിനീർ ചെടിക്ക് കാവലായത്. സ്നേഹത്തോടെയാണ് കുട്ടി ചെടിയെ പരിപാലിച്ചത്. നാം സ്നേഹത്തോടെ പരിപാലിക്കുമ്പോഴാണ് അവരുടെ കാവൽ മാലാഖയായി നാം തീരുന്നത്. ഓരോ വ്യക്തികൾക്കും അവരെ സംരക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന കാവൽ മാലാഖമാരുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. ആ അർത്ഥത്തിൽ നോക്കിയാൽ കുട്ടി പനിനീർ ചെടിക്ക് കാവൽ മാലാഖയായിരുന്നു എന്ന് പറയാം. അടുത്തത് വിവരണം തയ്യാറാക്കാം. പനിനീർ ചെടി വീട്ടുമുറ്റത്തിന് അലങ്കാരമാണെന്ന് കണ്ടല്ലോ. വീട്ടുമുറ്റത്തിന് അലങ്കാരമായിത്തീരുന്ന ചെടികളെക്കുറിച്ച് വിവരണം തയ്യാറാക്കാമോ എന്നാണ് ചോദ്യം. നമുക്കൊരു വിവരണം തയ്യാറാക്കണം. മക്കൾക്ക് ഏതൊക്കെ ചെടികളെക്കുറിച്ച് അറിയാം? ആലോചിച്ച് നോക്കൂ. അവയുടെ പേരെഴുതി അവ എങ്ങനെയാണ് കാണുന്നത് എന്ന് വർണ്ണിച്ചെഴുതണം കേട്ടോ. ഒരു ചെറിയ മാതൃക ടീച്ചർ നൽകുന്നതാണ്. റോസ്, തെച്ചി, ചെമ്പകം, മുല്ല, പിച്ചകം, മന്ദാരം തുടങ്ങി പല വർണ്ണങ്ങളിലുള്ള പൂക്കളുമായി നിൽക്കുന്ന ചെടികൾ വീട്ടുമുറ്റത്തെ സുന്ദര കാഴ്ച തന്നെയാണ്. പല നിറത്തിലുള്ള ഇലകളുമായി നിൽക്കുന്ന ചെടികളും കാണാൻ നല്ല ചന്തമാണ്. തേൻ തേടി പൂന്തോട്ടത്തിലെത്തുന്ന പൂമ്പാറ്റകളും വണ്ടുകളും കിളികളും എല്ലാം ചേരുമ്പോൾ പൂന്തോട്ടം ഒരു കൊച്ചു സ്വർഗമാകും. മക്കൾ സ്വയം ഒരു വർണ്ണന തയ്യാറാക്കണം കേട്ടോ. അടുത്ത പ്രവർത്തനം നിറം കൊടുക്കാം. ഈ ചെടികൾക്ക് യോജിച്ച പൂക്കൾ വരച്ച് നിറം കൊടുക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.